അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് പ്രസ് സ്റ്റോപ്പുമായി നിങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് നമുക്കൊപ്പം ചേരുന്നത്. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് ബാലകൃഷ്ണൻ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. മഴയാണ്. ഓക്കെ, നല്ല മഴയാണ്. അപ്പോൾ നമുക്ക് ആ മഴയത്ത് ചൂടാറാത്ത വാർത്തകളിലേക്ക്, പത്രവാർത്തകളിലേക്ക് കിടക്കാം അല്ലേ ശ്രീജിത്ത്? തീർച്ചയായും വിനിൽ. ഈ വലിയ വാർത്തകൾ ഉണ്ടാകുമ്പോഴാണ് പത്രങ്ങൾക്ക് അതിൻ്റെ ഒന്നാം പേജ് മാത്രമല്ല എല്ലാ പേജും കൂടുതൽ സമ്പുഷ്ടമാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, പത്രങ്ങൾ ഒരു ആഘോഷമാക്കുന്ന അങ്ങനെയാണ്. 41 വർഷത്തിന് ശേഷം ബഹിരാകാശത്തെത്തുന്ന ഇന്ത്യക്കാരനായി ശുഭാംശു ശുക്ല മാറിയപ്പോൾ സ്വാഭാവികമായും നമ്മുടെ പത്രങ്ങളും അത് ആഘോഷമാക്കിയിട്ടുണ്ട്. ശുഭാംശുവിൻ്റെ യാത്രാവിശേഷങ്ങൾ മാത്രമല്ല, ലോകം മുഴുവൻ കാത്തിരുന്ന ആ യാത്ര എങ്ങനെയാണ് പത്രങ്ങൾ, നമ്മുടെ മലയാള പത്രങ്ങളും ഇംഗ്ലീഷ് പത്രങ്ങളും ഒക്കെ കൈകാര്യം ചെയ്ത് എങ്ങനെയെന്ന് നോക്കിപ്പോകാം. നമ്മൾ സാധാരണഗതിയിൽ നമുക്കറിയാം, ഈ വലിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പത്രങ്ങളുടെ എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജിലെ തലവാചകങ്ങൾ ആ വാർത്തയുടെ ആംഗിൾ എങ്ങനെയാണ് അതിലേക്ക് നീളുന്നത് എന്നാണ് പറയാറുള്ളത്. ആദ്യം വീക്ഷണം, ശുഭാംശു ശുഭയാത്ര എന്നാണ് വീക്ഷണത്തിൻ്റെ ഒന്നാമത്തെ ഹെഡിങ്. എല്ലാവരും, ഇത് ശുഭാംശു മാത്രമല്ല ഈ യാത്രയിലുള്ളത്, അത് ബഹിരാകാശത്തേക്ക് ഒരു ഇന്ത്യക്കാരൻ പോകുന്നു എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച്, മലയാളത്തെ സംബന്ധിച്ച് വലിയ ആഘോഷം. അതുകൊണ്ട് തന്നെ ശുഭാംശുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാ പത്രങ്ങളുടെയും ഒന്നാം പേജും തലവാചകങ്ങളും വാർത്തയും അതിൽ ആ ആംഗിൾ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ശുഭാംശു ശുഭയാത്ര എന്നാണ് വീക്ഷണം ഒന്നാം പേജിൽ തലവാചകം നൽകിയിട്ടുള്ളത്. മെട്രോ വാർത്ത നേരെ തിരിച്ചു, ശുഭയാത്ര ശുഭാംശു എന്നാണ്. അവിടെ ശുഭാംശു ശുഭയാത്രയാണ് വീക്ഷണമെങ്കിൽ ശുഭയാത്ര ശുഭാംശു ആണ്. കേൾക്കുമ്പോൾ ഒരു ഷൂ ഉള്ളത് കൊണ്ട് ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം. ഇനി ചന്ദ്രികയിലേക്ക് പോയാൽ ശുഭാംശു, അത്രയേ ഉള്ളൂ. അത് ധാരാളമാണ്. ചന്ദ്രികയെ സംബന്ധിച്ച് ആ ഹെഡിങ് തന്നെ ധാരാളമായിട്ട് കാണണം. സിറാജ് ശുഭതാരകം, സുപ്രഭാതം ശുഭം, വാനം മേലെ, അഭിമാനമായി ശുഭാംശു ഉയരെ എന്നാണ് ജനയുഗം. അപ്പോൾ ശുഭാംശുവിനെ കൂടുതൽ അഭിമാനമാക്കുകയാണ് അവിടെ. ഉയരെ എന്നുള്ള വാക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യയും ശുഭാംശുവും ബഹിരാകാശത്തേക്കുള്ള യാത്രയും എല്ലാം അവിടെ വരുന്നുണ്ട് എന്ന് വിചാരിക്കും. ദീപിക ഷാർപ്പാണ് ജയ് ഹിന്ദ് ജയ് ഭാരത്. അത് നമ്മളെ മാത്രം കേന്ദ്രീകരിച്ചാണ്, മറ്റെല്ലാ കൂടെ പോയ 3 പേരെയും ദീപിക മറന്നു എന്ന് വേണം കാണാൻ. പക്ഷേ ദീപികയുടെ ഒന്നാം പേജ് മനോഹരമായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് അക്കാര്യത്തിൽ. ജയ് ഹിന്ദ് ജയ് ഭാരത് എന്ന് പറയുന്നത് ശുഭാംശു ഇന്നലെ നടത്തിയ സ്റ്റേറ്റ്മെൻറ്റാണ്. വാഹനത്തിലിരുന്ന് ബഹിരാകാശത്തെത്തുമ്പോൾ നടത്തിയ പ്രസ്താവനയാണ് ജയ് ഹിന്ദ് ജയ് ഭാരത്. അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവിടെ അവസാനിക്കുന്നു. മംഗളം ശുഭം എന്ന ഒറ്റ വാക്കിൽ എല്ലാം ശുഭമായി പര്യവസാനിച്ചു എന്ന് വേണം മംഗളത്തിൻ്റെ വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ. ദേശാഭിമാനി സ്വപ്നപഥത്തിൽ, ശുഭാംശുവിനെ തൽക്കാലം മാറ്റിവെച്ചുകൊണ്ട് സ്വപ്നപഥത്തിൽ എന്ന വാക്കാണ് ദേശാഭിമാനി കൊടുത്തിട്ടുള്ളത്. ശുഭാംശുവിൻ്റെ വലിയൊരു ചിത്രവും നൽകിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ആളുകൾക്കത് ഊഹിച്ചെടുക്കണമെന്നുള്ളതാണ്. കേരള കൗമുദി ജയ് ഭാരത്, ഭാരതം ജയിക്കുന്നു, ശുഭാംശുവിൻ്റെ ആ പേര് മാറ്റുന്നു, പക്ഷേ ജയ് ഭാരത് എന്നുള്ളതാണ്. പക്ഷേ ഒന്നാം പേജ് വളരെ സമഗ്രമാണ് കേരള കൗമുദിയെ സംബന്ധിച്ച്. ആ പത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ഒന്നാം പേജ് മുഴുവൻ ഏതാണ്ട് അതിലേക്ക് നീക്കി വെച്ചിട്ടുണ്ടെന്ന് വേണം കാണാൻ. ജന്മഭൂമി ചരിത്രം കുറിച്ച് ശുഭാംശു, അത് സ്വാഭാവികം. ഏറ്റവും മനോഹരമായ ഹെഡിങ് ഇന്ന് കണ്ടത് മാധ്യമത്തിലാണ്. ഇതിലൊന്നുമില്ലാത്ത ഈ ശുഭാംശു എന്നുള്ള പേരിലേക്കോ അല്ലെങ്കിൽ വാനം മേലെ എന്നോ ഒന്നും പറയാതെ മേഘരൂപൻ എന്ന ഹെഡിങ്, അത് മറ്റ് പത്രങ്ങൾക്കൊന്നുമില്ലാത്തൊരു ഹെഡിങ്ങാണ് മാധ്യമത്തിൻ്റേത്. മേഘരൂപൻ എന്താണെന്ന് നമുക്കറിയാം, ഇവൻ മേഘരൂപൻ ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് മേഘരൂപൻ എന്ന ഹെഡിങ്ങാണ് ഇന്നത്തെ വാർത്താപത്രങ്ങളിലെ ഏറ്റവും കൗതുകമുള്ള ഹെഡിങ്ങായി തോന്നിയത്. ഇനിയിപ്പോൾ അതുപോലെ നമ്മൾ മാതൃഭൂമി മനോരമയും, കാരണം എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ യൂട്യൂബിൽ വന്ന ചോദ്യങ്ങളാണ്, എന്താണ് മാതൃഭൂമി മനോരമയും മാത്രം സംസാരിക്കുന്നത്? കാരണം മറ്റൊന്നും കൊണ്ടുള്ള മലയാളത്തിലെ 2 പ്രധാനപ്പെട്ട പത്രങ്ങളാണ്. എല്ലാ പത്രങ്ങളിലേക്കും പോകാനുള്ള സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് പ്രധാനപ്പെട്ട പത്രങ്ങളിലേക്ക് എന്നാൽ അവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത്. അതും പറയട്ടെ. മനോരമയിലേക്ക് പോകാം. മനോരമ ജയ 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 ശുഭഹേ. നമുക്കറിയാം നമ്മുടെ ജയ 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 ശുഭഹേ എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ല. ആ പദ്യത്തിൽ നിന്നുള്ള വാക്കുകൾ കടമെടുക്കുന്നു. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ പൗരൻ. ഒരുപക്ഷെ മനോരമയുടെ ഒന്നാം പേജിൽ മറ്റൊരു വാർത്തയുമില്ല. എല്ലാ വാർത്തകളെയും മാറ്റിവെച്ചുകൊണ്ട് പൂർണ്ണമായും ശുഭാംശുവിനും ആ യാത്രയ്ക്കും വേണ്ടിയാണ് മാറ്റിവെച്ചിട്ടുള്ളത്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാകാൻ ശുഭാംശു ശുക്ലയുടെ യാത്ര തുടങ്ങി. ഇന്നലെയാണ് പുറപ്പെട്ടത്. ഇന്ന് വൈകിട്ട് ബഹിരാകാശത്ത് രാജ്യാന്തര ബഹിരാകാശ നിലയവുമായി അത് കൂടിച്ചേരും. അങ്ങനെ സമഗ്രമാണ് ഒന്നാം പേജ്. വലിയ ചിത്രം, ആ 4 പേരുടെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ആ പേരുകൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണെന്നുള്ളത്. പിന്നെ ജയ് ഹിന്ദ് ജയ് ഭാരത്, അത് താഴെ പറയുന്നുണ്ട്. ശുഭാംശുവിൻ്റെ ഇന്നലത്തെ സ്റ്റേറ്റ്മെൻറ്റ്, എൻ്റെ തോളിലെ ത്രിവർണ്ണം പറയുന്നു, ഈ യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങളോടൊപ്പമാണ്. ജയ് ഹിന്ദ് ജയ് ഭാരത്. ഇന്നലെ ശുഭാംശു ബഹിരാകാശ പേടകത്തിൽ നിന്ന് അയച്ച വാക്കുകളാണ്, നമുക്കറിയാം, അതെല്ലാം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വളരെ വിശദമായി ഒന്നാം പേജിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉൾപേജിലേക്ക് പോയാൽ മനോരമ 8ാം പേജിൽ ഏതാണ്ട് സമഗ്രമായി 8ാം പേജ് പൂർണ്ണമായും അതിലേക്ക് മാറ്റിവെച്ചു എന്ന് വേണം പറയാൻ. 8ഉം 9ഉം പേജ്, അതായത് സെൻട്രൽ സ്പ്രെഡ് മുഴുവൻ മാറ്റിവെച്ചു. സൂര്യാംശു എന്നുള്ളതാണ്. സൂര്യാംശുവും നമ്മൾ പലതവണ ചർച്ച ചെയ്ത പേരുകളൊന്നാണ് സൂര്യാംശു. അതിൽ അച്ഛൻ്റെ അമ്മയുടെയും കാര്യം പറയുന്നുണ്ട്. അച്ഛനും അമ്മയും സ്കൂളും പറയുന്നു. ഹമാര ബേട്ട, എൻ്റെ പുത്രനാണ്. ഇന്നലെ അവരുടെ വളരെ വൈകാരികമായ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ചാനലുകളിൽ. അതോടൊപ്പം തന്നെ കേരളവുമായി അതിന് ഒരുപാട് ബന്ധമുണ്ട് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. നമ്മളുടെ
ചില വിത്തുകളൊക്കെ ഉമയും ജ്യോതിയും നമ്മുടെ കാർഷിക സർവകലാശാലയിൽ പരീക്ഷിച്ച ഉമയും ജ്യോതിയും വിത്തുകളൊക്കെ ഈ യാത്രയ്ക്കൊപ്പം പോകുന്നുണ്ട്. അവിടെ പരീക്ഷണം നടത്താനുണ്ട്. അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ചൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല സാധാരണ മനോരമയുടെ സ്റ്റൈൽ അത് പറയാതെ പോകാൻ നിർവാഹമില്ല. വിഭവസമൃദ്ധം ശുക്ലയുടെ ബഹിരാകാശ ഭക്ഷണം മനോരമ ഏത് വാർത്തയിലും ഇത് ഉൾക്കൊള്ളിക്കാറുള്ളതുകൊണ്ട് അതും പറഞ്ഞു പോകാം. പുലാവ്, ക്യാരറ്റ് ഹൽവ, പരിപ്പ് കറി, മാമ്പഴ ജ്യൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ശുഭാംശു ശുക്ല പോകുന്ന വഴിയിൽ കഴിക്കുന്നത്, ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ കഴിക്കുന്നത് എന്നുകൂടി പറയുന്നുണ്ട്. മെനു തയ്യാറാക്കിയതിൽ മലയാളി പ്രൊഫസറുണ്ട്. വളരെ സമഗ്രമാണ് മനോരമ അക്കാര്യത്തിൽ, ഒന്നും പറയാനില്ല. പിന്നെ ഈ യാത്ര നീണ്ടുപോകാനുള്ള കാരണം നമുക്കറിയാം, 4-5 തവണ മാറ്റിവെച്ച യാത്രയാണ്. അതിൽ ISROയുടെ ഇടപെടലുണ്ട്. കാരണം ആ എൻജിൻ തകരാറൊക്കെ ഉണ്ടായതുകൊണ്ട്. അങ്ങനെ വളരെ വിശദമായി അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ചും പറയുന്നുണ്ട്, കാമനയുടെ ഗുഞ്ചൻ. അങ്ങനെ മനോരമ അത് എങ്ങനെയെല്ലാം അതിനെ സമഗ്രമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അത്രയും മനോഹരമായിട്ടുണ്ട്. കാമനയുടെ ഗുഞ്ചൻ എന്ന് പറഞ്ഞാൽ കാമന അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. എന്തായാലും മനോരമയെ സംബന്ധിച്ച് പിന്നെ എഡിറ്റോറിയലുണ്ട് ആകാശം തൊട്ട ഇന്ത്യൻ കീർത്തി. എന്തായാലും വളരെ ഞാൻ കൂടുതൽ പോകുന്നില്ല, മനോരമ പത്രം വായിക്കുക തന്നെ വേണം ആ കൗതുകം അറിയാൻ. മാതൃഭൂമിയിൽ ശുഭചരിത്രം, നല്ല ഹെഡിങ്ങാണ്, ശുഭചരിത്രം, ശുഭാംശു ബഹിരാകാശത്ത്, ബാക്കി എല്ലാ കാര്യങ്ങളും ഇന്ന് വൈകിട്ട് 4:30 അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പറയുന്നുണ്ട്. 41 വർഷത്തിന് ശേഷമുള്ള ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയുടെ പടവും കൊടുത്തിട്ടുണ്ട്. രാകേഷ് ശർമ്മ നമ്മൾ സ്കൂളിൽ പഠിച്ച പേരാണ് രാകേഷ് ശർമ്മ എന്നുള്ളത്. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണെന്ന് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും ഉണർന്നെണീറ്റ് പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെയാണ്. ആരൊക്കെയാണ് പോകുന്നതെന്ന് വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട്. ഒപ്പം മാതൃഭൂമി ഉൾപേജിൽ അതിനെ ഒന്ന് ചെറുതായി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 6-ാം പേജ് മാത്രമാണ്, 6-ാം പേജ് മാത്രമല്ല 7-ാം പേജിൽ ചെറിയ രൂപത്തിലും ഇതിലും പറയുന്നത് ഉമയും ജ്യോതിയും വിത്തുകളാണ്, നെൽവിത്തുകൾ നമ്മളുടെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും അവിടേക്ക് പോകുന്നതാണ്. 2000 മണിക്കൂർ പറക്കൽ പരിചയമുള്ള ആളുകളാണ് നമ്മളുടെ ആളുകളൊക്കെ. നമുക്കിത് അസുലഭ അവസരം, ഇന്ത്യക്ക് ഇത് അസുലഭ അവസരമാണ്, അതുകൂടി പറയുന്നു മാതൃഭൂമി. അങ്ങനെ വളരെ സമഗ്രമായി ശുഭാംശുവിനെ എത്രത്തോളം ആഘോഷമാക്കാൻ കഴിയും അത്രത്തോളം പത്രങ്ങളൊക്കെ ആഘോഷമാക്കിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. ഇനി നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ വലിയ വാർത്തകളിലേക്കാണ് ഇനി പോകേണ്ടത്. അതിലൊരു വാർത്ത ആദ്യം പറഞ്ഞു പോകാം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ആ പേര് എല്ലാവർക്കും അറിയാവുന്നതാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിൽ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഹിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഞെട്ടേണ്ടതാണ്, കേട്ടാലൂടെ ഞെട്ടേണ്ടതാണ്, ഞെട്ടുക തന്നെ വേണം. അതുകൊണ്ട് ഞെട്ടേണ്ട രൂപത്തിൽ തന്നെ വാർത്ത നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയും കേരള കൗമുദിയും ജന്മഭൂമിയും ആ വാർത്ത 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ദേശാഭിമാനി ആ വാർത്ത 11-ാം പേജിൽ നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയുടെ വാർത്തയിലേക്ക് തന്നെ പോകാം. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിൽ 977 പേർ. പട്ടിക കോടതിയിൽ നൽകി NIA. കേരളത്തിൽ ഒരു മുൻ ജഡ്ജി അടക്കം പട്ടികയിലുണ്ട്. വളരെ ഞെട്ടിക്കുന്ന പട്ടികയാണ് മാതൃഭൂമി 1-ാം പേജിൽ നൽകിയിട്ടുള്ളത്. അജണ്ട ഇന്ത്യ 2047 ഒരുപക്ഷെ ഈ ലിസ്റ്റ് വലിയ ഞെട്ടിക്കുന്ന ലിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ പത്രങ്ങൾ വളരെ കാര്യത്തോടെ തന്നെ നൽകിയിട്ടുണ്ടെന്ന് വേണം കാണാൻ. പോപ്പുലർ ഫ്രണ്ട് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ വലിയ വാർത്തയാണ്. അതിൽ 977 പേരുണ്ടെന്നും പറയുന്നു. NIAയുടെ റിപ്പോർട്ടാണ്. ജന്മഭൂമി ആ വാർത്ത സ്വാഭാവികമായും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ആയതുകൊണ്ടും ഈ കേസിൽപ്പെട്ട ഒരാൾ RSSകാരനെ കൊലപ്പെടുത്തിയൊരു കേസായതുകൊണ്ടും ആ കേസിൻ്റെ തുടർച്ചയെന്നോണമാണ് ഈ ലിസ്റ്റിലേക്ക് വരുന്നത്. NIAക്ക് ലിസ്റ്റ് കിട്ടുന്നത് RSSകാരനെ കൊലപ്പെടുത്തിയ കേസായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ജന്മഭൂമി ആ വാർത്ത മെയിൻ വാർത്തയെ 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ശുഭാംശുവിനെ ലീഡ് ചെയ്യുന്നു. 1-ാം പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി മുൻ ജില്ലാ ജഡ്ജിയും ഹിന്ദു നേതാക്കളും വധിക്കാൻ തയ്യാറാക്കിയ 977 പേരുടെ പട്ടിക. ജന്മഭൂമിക്ക് ആഘോഷമാക്കാൻ കിട്ടിയ വാർത്ത ജന്മഭൂമി നന്നായി ആഘോഷമാക്കിയിട്ടുണ്ട്. ദേശാഭിമാനിയൊക്കെ 11-ാം പേജിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് രാഷ്ട്രീയം നോക്കാതെ എല്ലാവരും ആ വാർത്തയെ നന്നായി നൽകിയിട്ടുണ്ട്. കേരള കൗമുദിയും ഇതുപോലെ, ജന്മഭൂമി കഴിഞ്ഞാൽ കേരള കൗമുദിയാണ് ആ വാർത്ത. ശുഭാംശുവിനപ്പുറത്തേക്ക് വലിയ വാർത്തയെ നൽകുന്നത്. 1000 പേരെ കൊല്ലാൻ പോപ്പുലർ ഫ്രണ്ട് പട്ടിക എന്നാണ്. 977 എന്നാണ് മാതൃഭൂമി പറയുന്നത്. ജന്മഭൂമിയിൽ എണ്ണം കൃത്യമായി 977 തന്നെയാണ്. പക്ഷേ 1000 പേരെ കൊല്ലാൻ പോപ്പുലർ ഫ്രണ്ട് പട്ടിക എന്നാണ് കേരള കൗമുദിക്ക് എവിടെ നിന്നാണ് ഈ 1000 പേരെന്നുള്ള മനസ്സിലായിട്ട്. എന്നാലും 1-ാം പേജിൽ ആ വാർത്ത വളരെ വലുതായി നൽകാൻ കേരള കൗമുദിയും ശ്രമിച്ചിട്ടുണ്ടെന്ന് വേണം കാണാൻ. എന്തായാലും പക്ഷേ മനോരമയെ സംബന്ധിച്ച് മനോരമ 1-ാം പേജിലോ പിന്നെ ഈ ഉൾപേജിലോ ഒന്നും എവിടെയും ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാതെ പോയ വാർത്തയായിട്ട് വേണം കാണാൻ. ഇനി സിംഗിൾ കോളം വാർത്ത എന്ന നിലയ്ക്ക് രാവിലെ കാണാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക്. എന്നാലും മനോരമ ആ വാർത്തയെ ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. മറ്റൊന്ന് ഇനിയുള്ളത്, ഇന്നലെ വൈകിട്ടൊരു 7 മണിയോടുകൂടി സെനറ്റ് ഹാളിൽ, ഇന്നലെ 6:30 എന്തോ ആയിരുന്നു പരിപാടി നടക്കേണ്ടത്. കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിലേക്ക് ഗവർണറുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിലേക്ക് ഗവർണർ പങ്കെടുക്കാൻ വരുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അവിടെ വീണ്ടും ഗവർണർ വരുമ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ടാകേണ്ടത് മറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അവിടെ ഉണ്ടായിരുന്നത് കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം. ഈ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം എന്നുള്ളത് രാജ്ഭവനിലായിരുന്നു ഇതൊരു വിവാദം ഉണ്ടായിരുന്നു. ഇപ്പോൾ രാജ്ഭവന് പുറത്തേക്കും ആ വിവാദത്തെ കൊണ്ടുവരാൻ താല്പര്യമുള്ള ആളുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ തിരുവനന്തപുരം നഗരം വൈകിട്ട് സംഘർഷഭരിതമായിരുന്നു. തിരുവനന്തപുരം നഗരം അറിയാവുന്ന ആളുകൾക്കറിയാം, യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഏതാണ്ട് പാളയത്തിൻ്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്നു. അവിടെ നിന്ന് രാജ്ഭവൻ മുതൽ ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് വരെയുള്ള പ്രദേശം മുഴുവൻ സംഘർഷഭരിതമായിരുന്നു. അങ്ങനെ സംഘർഷം ഉണ്ടാക്കാൻ തന്നെ രാജ്ഭവന് പുറത്തേക്ക് ആ വാർത്തയെ
രാജ്ഭവന് പുറത്തേക്ക് ആ സംഘർഷത്തെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് നടത്തിയ ആളുകളുടെ വിജയം എന്ന് വേണം കാണാൻ. അതിന് കേരള പോലീസിനും SFIക്കും KSUവിനും ഒക്കെ അതിൽ ആ വിദ്യാർത്ഥി സംഘടനകളെയും പോലീസിനെയും ഒക്കെ അതിലേക്ക് വലിച്ചിട്ടു എന്ന് വേണം കാണാൻ, അല്ലെങ്കിൽ അവരതിൽ വീണു എന്ന് വേണം കാണാൻ. ഇന്നലെ KSU പ്രവർത്തകരും ഒക്കെ പോയി ധാരാളം തല്ലുകൊണ്ടിട്ടുണ്ട് അവിടെ നിന്ന്. കേരള സെനറ്റ് ഹാളിൽ പുസ്തക പ്രകാശന ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിലുണ്ടായ പ്രതിഷേധമാണ്. എനിക്ക് മാതൃഭൂമിയെക്കുറിച്ചാണ് പറയാനുള്ളത്. വാർത്ത നമ്മൾ ഇന്നലെ കണ്ടതാണ്, ചാനലുകളിൽ കണ്ടതാണ്. ഒരുപാട് പേര് അവിടെ പ്രതിഷേധിക്കുന്നു. കാരണം കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വെക്കാൻ അനുമതിയില്ല എന്ന് യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ അപ്പോൾ തന്നെ ഈ പരിപാടിയുടെ സംഘാടകരെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. അദ്ദേഹം ഫോണിൽ വിളിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ എന്നിട്ടും ആ ചിത്രം മാറ്റിയില്ല. പരിപാടി അവിടെ നടന്നു, ഗവർണർ വന്നു. കാരണം അതൊക്കെ ആ ഒരു സമയത്തെ രാഷ്ട്രീയം അങ്ങനെയായിരുന്നു. പക്ഷേ മാതൃഭൂമിയെക്കുറിച്ച് പറയാനുള്ളത്, മാതൃഭൂമി ഒന്നാം പേജിൽ ഇതിലെവിടെയും ഈ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്ന് പറയാൻ ശ്രമിക്കുന്നില്ല. യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ, ഞാനത് മനോരമയിലേക്ക് പോയാൽ കുറച്ചും കൂടി വിശദമാണ്. മനോരമ ആ വാർത്ത മര്യാദയ്ക്ക് നൽകിയിട്ടുണ്ട്, അങ്ങനെ വേണം പറയാൻ. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഒന്നാം പേജിൽ കൊടിയടി എന്നാണ് മനോരമയുടെ ഹെഡിങ്. അത് ഹെഡിങ് അവിടെ നിൽക്കട്ടെ. സെനറ്റ് ഹാളിലെ ഗവർണറുടെ ചടങ്ങിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബ, KSUക്കാർക്ക് RSS മർദ്ദനം, പുറത്ത് SFI പ്രതിഷേധം. പിന്നെ SFI പ്രതിഷേധത്തിൻ്റെ ചിത്രമുണ്ട്. KSU പ്രവർത്തകരെ RSSകാർ മർദ്ദിക്കുന്ന ചിത്രമുണ്ട്. സംഘർഷത്തിനൊടുവിൽ ഗവർണർ അത് വിളക്കൊള്ളുന്ന ചിത്രമുണ്ട്. രജിസ്ട്രാർ വന്നിട്ട് പോലീസുകാരോട് പറയുന്ന ചിത്രമുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ആ വാർത്തയിൽ ഉൾക്കൊള്ളിച്ചില്ല. രജിസ്ട്രാർ പറയുന്നത് ഇത് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസാണ്, ഇവിടെ ഈ ചിത്രം വെക്കാൻ പാടില്ല, മാറ്റണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം മനോരമ ഉൾപ്പേജ് നൽകിയിട്ടുണ്ട്. പക്ഷേ മാതൃഭൂമി അകത്തൊരു ചെറിയ 7-ാം പേജിലോ 8-ാം പേജിലോ ഒരു വാർത്തയായി സംഘർഷം ഉണ്ടായി എന്നുള്ളത് നൽകി. 1-ാം പേജിൽ ഗവർണറുടെ സ്റ്റേറ്റ്മെൻറ്റാണ് നൽകിയിട്ടുള്ളത്. ഗവർണറുടെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കരുതെന്നല്ല, പക്ഷേ നന്നായി തന്നെ കൊടുക്കണം. പക്ഷേ കൊടുക്കുമ്പോൾ ഈ വാർത്തയ്ക്കൊപ്പമായിരുന്നു അത് നൽകേണ്ടിയിരുന്നത്. അപ്പോൾ ഈ വാർത്ത വായിക്കുന്നവർക്ക് ഗവർണറുടെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഫീൽ ചെയ്യുക. അസഹിഷ്ണുതയും അടിയന്തരാവസ്ഥ തന്നെ എന്നാണ് ഗവർണർ പറഞ്ഞത്. അതിലേക്ക് ഞാൻ വിശദമായി കൂടുതൽ പോകുന്നില്ല. മറ്റ് പത്രങ്ങളൊക്കെ അത് ഉൾപ്പേജിലും 1-ാം പേജിലൊക്കെ നന്നായി നൽകാനും ശ്രമിച്ചിട്ടുണ്ട്. ഇനിയെന്നുള്ളത് ഈ മതരാഷ്ട്രവാദവും ജമാഅത്തെ ഇസ്ലാമിയുമാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വിവാദമായതാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വലിയ വിവാദമായതാണ്. അതിന് മറുപടി എന്നോണം ഇന്നലെ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ വന്ന് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. മുജീബ് റഹ്മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കുറേ കാലത്തിന് ശേഷമാണ് ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമി വളരെ വിശദമായ വാർത്താ സമ്മേളനം നടത്തുന്നത്. മതരാഷ്ട്രവാദം ഉന്നയിച്ചിട്ടില്ല എന്നാണ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത്. ഞാൻ എന്തായാലും പ്രസ് ഉപയോഗം അവസാനിപ്പിക്കുന്നു. ഒരുപാട് വാർത്തകൾ എടുക്കാനുള്ള ദിവസമാണെന്ന്. ബിനിൽ, താങ്ക് യു ശ്രീജിത്ത് ബാലകൃഷ്ണൻ. ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ പത്രത്തിലും അങ്ങനെ ഒരുപാട് വാർത്തകൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് ശ്രീജിത്ത് ചൂണ്ടിക്കാട്ടുന്നത്. വിമർശനാത്മകമായി ശ്രീജിത്ത് കാര്യങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുകയാണ്. പല പത്രങ്ങളും എങ്ങനെ ഉൾക്കൊള്ളിച്ചു, എന്തെല്ലാം ഉൾക്കൊള്ളിച്ചില്ല എന്നീ കാര്യങ്ങൾ എല്ലാം തന്നെ.